ഒന്ന് പോവേ കുങ്ങിനി പോവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നും വലിയ വലിയ പാട്ടുകാർ സ്ട്രഗിൾ ചെയ്യുന്ന ചില നാച്ചുറൽ ടച്ചസ് ഇത്രയും ചെറിയ പ്രായത്തിൽ അടിച്ച് പൊളിച്ചു വരുന്നു. ഉറപ്പായിട്ടും ഈ കുട്ടി വലുതാകുമ്പോഴേക്കും എന്റെ സ്റ്റുഡിയോയിൽ എത്തും. സ്വന്തം കൈ കൊണ്ട് ഒരു പെണ്ണിന്റെ കവിള് നുള്ളി. സാധാരണ എപ്പോഴാണ് ഇങ്ങനെ നുള്ളുന്നത്? ഒരു സ്നേഹമൊക്കെ വരുമ്പോ കണ്ണെഴുതി പൊട്ടു തൊട്ടാൽ കള്ളനെയും കാത്തിരുന്നാൽ കാലം കരകവിയും കാളിന്റെ പോലെ. മോളുടെ വോയിസ് നല്ല ബോൾഡ്, നല്ല പവർഫുൾ വോയിസ്. പാതുങ്ങി വന്നു നെഞ്ചിൽ ഉറുമി നിന്നു കാതിൽ കഥ പറയും കാലം കണ്ണിൽ നീ നിന്റെ സ്റ്റൈലിൽ ഒരു പാട്ടിൽ ആറാം തമ്പുരാനാണ്. അതാണ് ശ്രീഹരി സ്റ്റൈൽ. സംഗീത സ്നേഹത്തിന്റെ അവിസ്മരണീയമായ നിമിഷങ്ങൾ ലോക മലയാളികൾക്ക് സമ്മാനിച്ച ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 1 ഉജ്ജ്വല വിജയത്തിന് ശേഷം ലോകമെമ്പാടുമായി സീസൺ 2 ഓഡീഷൻ ഫ്ലവേഴ്സ് സംഘടിപ്പിച്ചിരുന്നു. ഈ ഓഡീഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച പാട്ട് പ്രതിഭകൾക്കൊപ്പം 90+ മൈ ട്യൂഷൻ ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 12K വിസ്താര ടെക്നോളജിയുമായി ഒരുങ്ങിക്കഴിഞ്ഞു. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് 90+ മൈ ട്യൂഷൻ ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 ഫ്ലോർ ഫ്ലവേഴ്സിന്റെ സാനിറ്റൈസിംഗ് പാർട്ണറായ വൈറലോക്സി അണുവിമുക്തമാക്കിയിരിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് 90+ മൈ ട്യൂഷൻ ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 സംഗീതോത്സവ രാവുകൾ. പാട്ടിന്റെ മാമാങ്കത്തിലേക്ക് കുട്ടിക്കുറുമ്പുകളുടെ സ്നേഹ സംഗീത വിരുന്നിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആറ്റ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സാനിറ്റൈസിംഗ് പാർട്ണർ വൈറലോക്സി co-powered by Eastern GRB നെയ്യ ആന്റി വാഷ് ഫ്രം ചേനാട് ഗ്രൂപ്പ് കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ HNR range of cosmetics. അനുഗ്രഹ രാഗവിരുന്നിലേക്ക് നമ്മുടെ സ്നേഹ സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. വെൺചന്ദ്രകാന്തങ്ങൾ മിന്നിത്തിളങ്ങിയ വിസ്മയസ്വരവേദിയിൽ പാട്ടിന്റെ പാൽ നിലാവ് ഒരുക്കാനെത്തുന്നു നമ്മുടെ കുട്ടി ജഡ്ജസ്. വെൽക്കം കുട്ടി ജഡ്ജസ് ഓൺ സീറ്റ്. കിന്നാരം ചൊല്ലി കൂട്ടുകൂടാൻ രാഗവിസ്മയ വേദിയിലേക്ക് കണ്ണൂരിൽ നിന്നും എത്തുന്നു ദേവ്ന. വെൽക്കം ദേവ്ന ഓൺ സ്റ്റേജ്. ദേവന ഇപ്പൊ ഓഡിഷൻ കഴിഞ്ഞിട്ടൊക്കെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഓ ചെയ്യുന്നുണ്ട്. മടിയൊന്നും ഇല്ലല്ലോ? കുറുമ്പ് ചില സമയത്ത് കുറുമ്പാണ്. ഓഡിഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റേജിൽ ഇപ്പൊ പാടാൻ പോകുന്നത്. അപ്പൊ ആന്റിക്ക് എന്താ തോന്നുന്നു? വളരെയധികം സന്തോഷം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ മോള് പാടാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. വലിയ വലിയ ജഡ്ജസിൻ്റെ മുന്നിൽ പാടാന്നുള്ളത് എന്താ പറയുക, വലിയൊരു സ്വപ്നമായിരുന്നു. ഇതാരാണ് ഈ സുന്ദരിക്കുട്ടി? ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്തേ. അവിടെ ഫ്രണ്ടിലെ ഫുൾ ഗ്യാപ്പാ. ദേവനേനെ എന്താ വീട്ടിൽ വിളിക്കുന്നത്? ലച്ചു. ലച്ചു. ശരി, ലച്ചു നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ടല്ലോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്റ്റൈലുണ്ട്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? കൊന്നപ്പൂവേ. മോൾ ഇനി പാടാൻ പോകുന്ന പാട്ട് ഞങ്ങൾ ഇത്രയും പേരിൽ ആർക്ക് തരും? ലച്ചു പാടുന്ന പാട്ട് ആർക്ക് വേണ്ടിയിട്ട്? അങ്ങറ്റത്തിരിക്കുന്ന ആക്ക് കൊടുക്കോ, ഇങ്ങറ്റത്തിരിക്കുന്ന ആക്ക് തരുമോ? കറുപ്പ്. അല്ല, ഇത്രയും പേരുണ്ടായിട്ട് സംഗീത സംവിധായകനെ തന്നെ പിടിച്ചല്ലോ. കേറി വരും, ലച്ചു കേറി വരും. ലച്ചുവിന്റെ മാർക്ക് ഇപ്പൊ പറയണോ പാടി കഴിഞ്ഞിട്ട് പറയണോ? കുഞ്ഞുങ്ങളല്ലേ, അറിവ് അത്രേ ഉണ്ടാവുള്ളൂ. ഓൾ ദി ബെസ്റ്റ്.
കൊന്നപ്പൂവേ കൊന്നപ്പൂവേ കുങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നും കിങ്ങിണി പൂവേ കൊന്നപ്പൂവേ കുങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നും കിങ്ങിണി പൂവേ ദേവനക്കുട്ടി വീട്ടിൽ വിളിക്കുന്ന എന്തായിരുന്നു? ദച്ചുകുട്ടി ഇന്നങ്ങ് വെച്ച് ഫ്ലറഞ്ചി വെച്ച് കാച്ചി മുക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പൂവേ. ആ പഴയ ഒന്ന് പാടിക്കാൻ മോളെ, ഒന്ന് പാടിക്കേ. ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പൂവേ. ആ സംഗതി ഇത്രയും പാടിയേ, മുഖത്ത് യാതൊരു ജാനകി അമ്മയുടെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. അതായത് ജാനകി അമ്മ എത്ര സംഗതി പാടിക്കഴിഞ്ഞാലും മുഖത്ത് ഒന്നും കാണത്തില്ല, തലയനക്കത്തില്ല. ഇത് അതുപോലത്തെ ഒരു സംഭവം. പിന്നെ അനുപല്ലവില് എനിക്ക് തോന്നുന്നു എന്തൊരു ബ്രെത്ത് കൺട്രോൾ ആണ്. കാരണം ഒരു ഫുൾ ലൈൻ മുഴുവൻ ഒറ്റ കീറുക. അതായത് ഏകദേശം 12 ബാറിന്റെ അടുത്ത് വരുന്നുണ്ട്, ഒറ്റയടിക്ക് പാടുക ഈ കൊച്ചു തെച്ചു. അതുപോലെ തന്നെ അത് കഴിയുമ്പോ വരുന്ന എക്സ്പ്രഷൻ എത്തുമ്പോൾ കവിളത്ത് മൈലാഞ്ചി 7 വയസ്സില് വെച്ച് കിറിഞ്ചിയാണ്, കിറിഞ്ചി. സബാഷ് ലച്ചുമോളെ, ഉഗ്രനായല്ലോ പാടിയത്, കലക്കിയല്ലോ, സൂപ്പറായിരുന്നു കേട്ടാ. ഈ അങ്കിള് പറയാൻ ഉദ്ദേശിച്ചൊക്കെ MG അങ്കിള് പറഞ്ഞു കഴിഞ്ഞു. നല്ല പക്വതയുള്ള സിംഗിങ് കേട്ടോ. ആ സംഗതി ഒന്നും ചെറിയ പിള്ളേർക്കൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ അത് മോള് നന്നായിട്ട് പാടി. അല്ല മധു, അവിടെ ഒരു ശകലം ക്ലാസിക്കൽ ഒരു വെട്ടല്. മോള് അസലായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. ലച്ചുകുട്ടി അടിച്ചു പൊളിച്ചു. ലച്ചുകുട്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവര് രണ്ടുപേരും പറഞ്ഞ ആ ഒരു സംഭവമില്ലേ, അത് ലച്ചുകുട്ടി അറിയുന്നില്ല. ലച്ചുകുട്ടി ഇടുന്നത് അത് വളരെ നാച്ചുറൽ ആയിട്ടാണ് വരുന്നത്. ലച്ചുകുട്ടി അത് പഠിച്ചിട്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടൊന്നും ഇടുന്നതല്ല. അത് അകത്തുനിന്ന് വരുന്നൊരു സംഭവം ആയതുകൊണ്ടാണ് അതിൽ ഇത്രയും ഗ്രേസ് കേൾക്കാൻ. അത് എത്രയോ പാട്ടുകാർ സ്റ്റുഡിയോയിൽ പാടുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്.
അതായത് സംഗതി പാടിയതായിട്ട് തോന്നരുത്. അതിൻ്റെ അകത്ത് നമ്മൾ ഡൈസെക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ടൊരു സംഗതി ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാവണം. അല്ലാണ്ട് പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ പാട്ട് വേണ്ട. വലിയ വലിയ പാട്ടുകാർ സ്ട്രഗിൾ ചെയ്യുന്ന ചില നാച്ചുറൽ ടച്ചസ് ഇത്രയും ചെറിയ പ്രായത്തിൽ 7 വയസ്സുള്ള ലച്ചുക്കുട്ടി അടിച്ചു പൊളിച്ചു വരുന്നു. സൂപ്പർ. ഓക്കെ, അതൊന്നും ഓക്കെ ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത പടത്തേക്ക് ചാൻസ് കൊടുക്കും. ഇത് കുറച്ച് വലുതാവുമ്പോഴേക്ക് ഇതിനൊരു സിഗ്നേച്ചർ വോയിസ് തന്നെ വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഉറപ്പായിട്ടും ഈ കുട്ടി വലുതാവുമ്പോഴേക്ക് എന്റെ സ്റ്റുഡിയോയിൽ എത്തും. അടിപൊളി മോൾ, ഓൾ ദി ബെസ്റ്റ്. മോളെ ലച്ചുക്കുട്ടി, ഇവിടെ അങ്കിളുമാരൊക്കെ 2-3 പ്രാവശ്യം എസ് ജാനകി എസ് ജാനകി എന്ന് പറഞ്ഞു. എസ് ജാനകി ആരാന്നറിയാമോ മോൾ? അറിഞ്ഞു. ഈ ജഡ്ജ് ചെയ്തതിന്റെ പകുതിയും പാടിയ പാട്ടിന്റെ മുക്കാലും മനസ്സിലായിട്ടില്ല. അതങ്ങ് പാടുക. മണവാളൻ എന്ന് പറഞ്ഞിട്ട് ആ വരി ഒന്നുകൂടെ പാടിയ മോള്. മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിളത്ത് ശരി, മണവാളൻ ആരാണെന്ന എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്താ സാധനം എന്താ? പിന്നെ കവിളത്ത് തോന്നുമ്പോ പറഞ്ഞല്ലോ. മുകേഷങ്ങളെ നമുക്ക് ശ്രീഹരിന്റെ അടുത്ത് ചോദിച്ചു നോക്കണോ? ചിലപ്പോ അവൻ ജഡ്ജല്ലേ, ഇപ്പൊ ചിലപ്പോ അറിയാം. ആ ജഡ്ജ് ഒന്ന് പറയട്ടെ. മണവാളെന്ന് വെച്ചാൽ കല്യാണ ചെറുക്കൻ. അപ്പൊ ലൈൻ ഫുള്ള് പറയുകയാണെങ്കിൽ അർത്ഥം നമുക്ക് കേൾക്കാൻ പറ്റും. ലൈൻ പറഞ്ഞു കൊടുത്ത ലച്ചുക്കുട്ടി പറയും. മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിളത്ത് എന്ന് വെച്ചാൽ എന്താണ്? കല്യാണ മണവാളൻ തന്നെ സ്വന്തം കൈ കൊണ്ട്, വേറെ ആരുടെയും കൈയല്ല. മണവാളൻ സ്വന്തം കൈ കൊണ്ട് ഒരു പെണ്ണിന്റെ കവിള് നുള്ളി. സാധാരണ എപ്പോഴാണ് ഇങ്ങനെ നുള്ളുന്നത്? ചുമ്മാ പോകുമ്പോഴത്തേക്ക് ഒരു സ്നേഹമൊക്കെ വരുമ്പോ അങ്ങോട്ട് ഇരുന്നിട്ട് അവരെ ഇങ്ങോട്ട് ഇരുത്താൻ പറ്റുമോ? എസ് ജാനകി എന്ന് പറയുന്നത് നമ്മള് മലയാളം അല്ലെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ള വാനമ്പാടി എന്ന് പറയും. ഏറ്റവും വലിയ ഗായികമാരിൽ ഒരാളാണ് എസ് ജാനകി. എസ് ജാനകിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രസികണ്ഠ പൂന എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിനകത്ത് ഒരു ഫുൾ സോങ് മോളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി പാടുന്നത് പോലെ പാടി. ആൾക്കാരെല്ലാരും വിചാരിച്ചു ആ പ്രായത്തിലുള്ള ആരോ പാടുവാണെന്ന് വിചാരിച്ചു. ഈ പ്രായത്തിൽ എസ് ജാനകിക്ക് ഇത്രയും ഭാവം കാണത്തില്ല. അപ്പം ഒത്ത് കിട്ടിയിട്ടുണ്ട്. മോള് എസ് ജാനകിയുടെ ആ പാതയിലോട്ട് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഈ അത്ഭുതങ്ങളെ ഒരു വലിയ പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ തീർന്നു പോയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലമുറ ഒരു അത്ഭുതവും കാണാതെ ജീവിച്ച് മരിച്ചു പോയിട്ടുമില്ല. നമ്മൾ ഈ അത്ഭുതങ്ങളൊക്കെ കുറെ കാണും. ഇതോടുകൂടി ഇവിടുത്തെ അത്ഭുതങ്ങൾ തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത അത്ഭുതം അതിനേക്കാളും വലുതായിട്ട് വരുന്നത്. ഈ പരിപാടിയുടെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള ചാനലുകൾ തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അവരെല്ലാം കണ്ടിരുന്ന ഒരു കാര്യം അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, അങ്ങനെ ഉണ്ട് കേട്ടോ. ചില ചാനലുകളൊക്കെ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഇവര് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം, ശരി ഇതിപ്പോ ഒരു തവണ അങ്ങ് പോയി, പക്ഷെ അടുത്ത വർഷം ഇവരെന്ത് ചെയ്യും? ആളെ കിട്ടണ്ടേ? കഴിഞ്ഞ വർഷം 10-15 പേരെ ഭാഗ്യം കൊണ്ട് കിട്ടി. ഇത് ഇനി എങ്ങനെ ഇതുപോലുള്ള ആൾക്കാരെ കിട്ടുന്നു വിചാരിക്കുന്നിടത്താണ് വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇതൊന്നും തീരാതെ ഇങ്ങനെ അക്ഷയപാത്രം പോലെ നമുക്ക് അടുത്ത പിള്ളേരെ കഴിഞ്ഞതിന്റെ അതായത് തീർന്നിടത്തുനിന്ന് നമ്മൾ തുടങ്ങുക, അല്ലാതെ വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയല്ല. അതെവിടെയാണോ തീർന്നത് ആ തീർന്ന പോയിന്റിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ മാത്രം പ്രതിഭയുള്ള പിള്ളേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ മോളുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെയും ചൈനയുടെ അതിർത്തിയിൽ ഭയങ്കര പ്രശ്നമെന്ന് പറയുന്നു. എത്ര ചർച്ച ചെയ്തിട്ടും പട്ടാളം തിരിച്ചു പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ഈ പാട്ട് പഠിച്ച എല്ലാവരുടെയും മനസ്സരിഞ്ഞ് സന്തോഷത്തായിട്ട് അവർ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് പിരിഞ്ഞു പോകും. മണവാളൻ കൈകൊണ്ട് നന്നായിട്ട് പാടിട്ടോ മോളെ, ഗംഭീരായി. ലച്ചുകുട്ടി, അപ്പൊ ലച്ചുകുട്ടിയുടെ റിസൾട്ട് ഇപ്പൊ കേൾക്കാം. യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ലച്ചു പോകുന്നതിന് മുമ്പേ എനിക്കൊരു ഫ്ലൈങ് കിസ് തന്നിട്ട് കൊടുക്കാവോ? ബൈ. സ്വകാര്യം പറയുന്നുണ്ട്. പറഞ്ഞോ? ഇത് മൈക്കിൽ പറയായിരുന്നു. ഒന്ന് മൈക്കിൽ പറയോ? ഈ ചേച്ചിനെ കാണാൻ നല്ല രസമുണ്ടേന്ന്.
അടുത്ത പ്രാവശ്യം വരുമ്പോ മീനാക്ഷി ചേച്ചിനെ കാണാൻ രസമല്ലാതെ പറഞ്ഞോണ്ടേ. ഒരാളെ കൊണ്ട് നല്ലത് പറയാൻ സമ്മതിക്കില്ല. നല്ലതാണ് അങ്ങനെ വേണം. 1 ലക്ഷം രൂപ കൊടുക്കേണ്ട വരും. നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. ഓഫർ 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 ഞങ്ങൾക്ക് ഓഫർ ഞങ്ങൾ കേട്ടോ? എന്ത് ഞാൻ എന്നാ ചെയ്തേ? അതെ, ഇപ്പൊ മനസ്സിലായല്ലോ ആരാ പാവന്ന്. ഞങ്ങളാണോ പാവം, ഇവരാണോ? നിങ്ങൾ തന്നെയാണ്. ഞങ്ങളാണേ. ഇവന്മാർക്കൊന്നും ഒരു സ്നേഹമില്ല. ഞങ്ങൾ അറിഞ്ഞു സ്നേഹമുണ്ട്. രാഗവിരുന്നിൽ ആലാപനത്തിന്റെ പൊൻപ്രഭ വിരിയിക്കാനെത്തുന്നു നമ്മുടെ സ്വന്തം ആലപ്പുഴക്കാരി വൈഗക്കുട്ടി. വെൽക്കം വൈഗ ഓൺ സ്റ്റേജ്. ഹലോ അങ്കിൾ. അപ്പോൾ വൈഗാലക്ഷ്മി നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവൾ മാക്സിമം ചെയ്യും. ഓക്കെ. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ വൈഗ? ഇല്ല, അവൾ അങ്ങനെ അത്ര ടെൻഷൻ ഇല്ല. അവൾ പഠിച്ചിട്ടാണ്. ഹലോ വൈഗ. ഹായ്. എന്തുണ്ട്? സുഖം. എന്റെ അടുത്ത് അന്ന് പറഞ്ഞ എവിടാ സ്ഥലം? ഞാൻ ആലപ്പുഴയിലുള്ള കുട്ടനാട്ടിലെ. അതാണ് എന്തോ ഇങ്ങനൊരു ഇതുപോലെ കിടന്ന് ആലപ്പുഴയിലുള്ള കുട്ടനാട്ടിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് പറഞ്ഞല്ലേ? ആ വേർഡ് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഏത് പാട്ടാ നമ്മൾ പാടുന്നേ? ഞാന് മഞ്ഞു പേണ മനം കുളിരണം. മഞ്ഞ പെയ്യണം മനം കുള്ളി തന്നെ പഠിച്ചോ? നന്നായിട്ട് പഠിച്ചോ? നേരത്തെ നമ്മൾ പറഞ്ഞു തന്നല്ലേ, കാരണം ആ ജോഷ്, എക്സ്പ്രഷൻസ്, മൂവ്മെന്റ്സ് അതൊക്കെ വേണം കേട്ടോ. താങ്ക് യു. കുളിരണ മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിര് വിൽക്കാൻ കാറ്റേ കൂവളത്തിന് കണ്ണു പൊത്താൻ വാ. കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം. ഇരവാപ്പയ്യന്റെ പാലോ മധുരപ്പൂന്തേ നിലാവോ. നിറനിറയണ പദപതേണ കാത്തിരിക്കും നെഞ്ച്. മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിര് വിൽക്കും കാറ്റ് കൂവളത്തിന് കണ്ണു പൊത്താൻ വാ. കണ്ണെഴുതി പൊട്ടു തൊട്ടാൽ കള്ളനെയും കാത്തിരുന്നാൽ കാലം കരകവിയും കാളിന്തി പോലെ. കൈനിറയെ വളയണിഞ്ഞാൽ കാലിൽ കൊലുസണിഞ്ഞാൽ കാതിൽ സരിഗമയൊരു പാൽപ്പുഴ പോലെ. പുലരി മഞ്ഞിൽ സൂര്യകാന്തികൾ കൈമാറ്റു തന്ന പുടവ ചുറ്റിയുടെ പൊതിയുമ്പോൾ കണിവിളക്കിൻ തങ്കനാളമായി നിൻ മുന്നിലിന്നു പുര നിറഞ്ഞു വന്നു നിൽക്കുമ്പോൾ മറുപടി നീ ചൊല്ലാത്തിന്റെ മണിമുകിലെ പെയ്യാത്തിന്റെ മിണ്ടാ പെണ്ണിനെ കണ്ടാ കൊള്ളുള്ളു. മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിര് വിൽക്കും കാറ്റ് കൂവളത്തിന് കണ്ണു പൊത്താൻ വാ. വാ, വാ, വാ.
വൈകാലക്ഷ്മി, എന്തോ മോളുടെ പാട്ട് അങ്കിൾ കേട്ടിട്ട് തോന്നിയത്, ആദ്യം തന്നെ അതിന്റെ പോസിറ്റീവ്സ് പറയണെങ്കിലും മോളുടെ വോയിസ് നല്ല ബോൾഡും നല്ല പവർഫുൾ വോയിസ്. താങ്ക് യു സർ. പിന്നെ എനിക്ക് മോളുടെ പാടുമ്പോഴുള്ള പ്ലീസിങ് ആയിട്ട് ചിരിച്ച് നല്ല എക്സ്പ്രഷൻ, വളരെ പ്ലീസിങ് ആണ്, ടെൻഷനൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതും നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി. താങ്ക് യു സർ. പക്ഷെ മോളുടെ പാട്ടിൽ എനിക്ക് കുറച്ചും കൂടിയും ശരിയാവാനുണ്ട് എന്ന് തോന്നിയൊരു കാര്യം, ഇത്രയും പ്ലീസിങ് ആയിട്ടും നല്ല ശബ്ദമുള്ള സമയത്ത് മോള് പാടുന്നതിന്റെ ഡീറ്റെയിലിംഗ് നോക്കുമ്പം എല്ലാത്തിനും എന്തോ ഒരു ഫിനിഷിങ് കുറവുണ്ട്. മോൾ ആ സംഗതികളൊക്കെ ടച്ച് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ കൂടെ അതിന് കുറച്ചും കൂടി നല്ലൊരു ഒഴുക്ക്, എല്ലാം ഒരു ഇൻകംപ്ലീറ്റ് സംഗതികളായിട്ട് തോന്നുന്നുണ്ട്. മോള് കുറച്ചും കൂടി പാട്ട് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുകയാണെങ്കിൽ മോൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. വൈകാലക്ഷ്മിയിൽ നിന്ന് ഇതിലും കൂടുതലാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വൈകാലക്ഷ്മിക്ക് ഇന്ന് പാടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ശ്രുതിയും പല സ്ഥലത്ത് ശ്രുതിയും പ്രശ്നം ഉണ്ടായിരുന്നു, ചില സ്ഥലത്ത് താളം വലിഞ്ഞു. കുറച്ചും കൂടി ഈ പാട്ട് ശരിക്കും പഠിച്ച് റിലാക്സ് ചെയ്ത് പാടണം, താളമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് പാടണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. വൈക, എന്തോ എനിക്ക് അന്ന് കേട്ടപ്പോൾ ഒന്നുകൂടെ പെർഫെക്ഷൻ ആയിട്ട് തോന്നി. ഇന്ന് പാടിയപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ശബ്ദം ബ്യൂട്ടിഫുൾ വോയിസ്, കാരണം നല്ല ശബ്ദത്തിന് നല്ല ത്രോ ഉണ്ട്. പക്ഷെ പല സംഗതികളും അത് കറക്റ്റായിട്ട് അതിനകത്ത് അടിച്ച് പാടണം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട അപ്പൊ പറ മഞ്ഞ പെയ്യണ് മനം കുളിരണ് മകരമാസ പെണ്ണേ ടക്ക ടക്കിട്ട ആ സീക്വൻസിൽ നല്ല ജമ്പ് ചെയ്ത് പോണം. പക്ഷെ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല, കാരണം ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനും ബാക്കിയെല്ലാം. ഇനി അടുത്ത പാട്ട് പഠിച്ചുകൊണ്ടിരുമ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇപ്പം നന്നായിട്ടുണ്ട്, വോയിസ് ഒക്കെ കൊള്ളാം, യു ആർ ടാലന്റഡ്. ബട്ട് വരുമ്പം പ്രിപ്പയർഡ് ആയിട്ട് വരിക, തകർക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചില പള്ളിയിലൊക്കെ നമ്മൾ പരിപാടിക്ക് പോകുമ്പോഴേ ആ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ചതുരം മുള കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു, ഇത് എന്നാ ജിബി, ഇത് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു അവന്മാര്. അതായത് മുള കെട്ടി തിരിച്ച പ്രദേശത്തിന് പുറത്ത് ഫാമിലി ആയിട്ട് പരിപാടി കാണുമ്പോൾ പള്ളിയുടെ അറിയിപ്പാണ്, അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്, അലമ്പ് പാർട്ടീസ് എന്ന് പറയുന്ന പോലെ ഇവിടെ അലമ്പ് പാർട്ടിക്കാർക്ക് മൂലയ്ക്ക് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തു വെച്ചേക്കുക, 3-4 പേര്. അപ്പോൾ ഞാൻ ചിരിച്ചിരിച്ച് എന്റെ പിടുത്തം വിടേ. പാട്ട് നടക്കുമ്പോൾ ഇപ്പൊ പോലും അവൻ ആ ചെവിന്ന് മറ്റേ സാധനം ഇളക്കിയിട്ട് ആട്ടി, അവൻ അതിന്റെ ആട്ട് സുഖ കണ്ട നമ്മൾ ഉത്സവപ്പറമ്പില്ലേ ഒരു സാധനം ഇങ്ങനെ കൈക്ക് തിരുമ്പോ ടങ്ക ടക്ക ടങ്ക എന്ന് അടിക്കുന്ന ഒരു ചെണ്ട കിട്ടുന്നില്ലേ, അവൻ ആ ഫീലാണ് അത് രണ്ട് സൈഡ് കഴിയുമ്പോ. അപ്പൊ അലമ്പ് പാർട്ടിക്കാരായിരുന്നു ഹൈലൈറ്റ് കേട്ടോ. നിങ്ങള് ഇനിയെങ്കിലും കമ്മിറ്റിക്കാരും പോലീസുകാരും പറയുന്നത് അനുസരിക്കുക കേട്ടോ. മോളെ, കുട്ടനാട് എവിടെ വീട്? പുതുക്കരി, എടത്തോപ്പള്ളി ഉണ്ട് ആണ്. അപ്പൊ അങ്ങ് എത്തി, കുറച്ചുകൂടെ അപ്പുറത്തേക്ക് അങ്ങറ്റത്തെത്തി അല്ലേ? അവിടെ വള്ളം തൊഴാൻ അറിയോ മോക്ക്? തൊഴയാൻ അറിയത്തില്ല, ഇരിക്കാൻ അറിയാം, വെള്ളത്തില് ബാലൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ വൈക, എന്തോ ഇവിടെ അങ്കിൾമാരെല്ലാം പറഞ്ഞു മോളുടെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്താണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഡാൻസ് ചെയ്യുന്നുണ്ട്, വളരെ പ്ലീസിങ് ആണ്, സ്മാർട്ടാണ്, നല്ല സൗണ്ടാണ്. താങ്ക് യു സർ. കാര്യം ബേസ് എന്ന് പറയുന്ന സംഭവം ആയി കഴിഞ്ഞു, അതിന്റെ മേളിലായി കഴിഞ്ഞു, എബവ് 60% വന്നു കഴിഞ്ഞു. ബാക്കിയെല്ലാം ഫിനിഷിംഗ് ടിപ്സ് ആണ്. അപ്പം അത് ഉണ്ട്, ബേസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. മോൾക്ക് ബേസ് ഉണ്ട്, ഇനി അങ്ങോട്ട് അത് ശരിയാക്കി വരുന്നിട്ട് ഇവരെല്ലാം അത്ഭുതപ്പെടുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പിഷാരടി ഈ ഡാൻസ് ചെയ്ത് പാട്ടൊക്കെ പാടുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉഷ ഉതുപ്പ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരി കേട്ടിട്ടുണ്ടോ? ഇന്റർനാഷണൽ ആണ്, നാഷണൽ അല്ല, ഇന്റർനാഷണൽ പാട്ടുകാരിയാണ്. ആ ഉഷ ഉതുപ്പ് അന്ന് ഉഷ അയ്യറാണ്. അപ്പൊ ഉഷ അയ്യരുടെ ഗാനമേള കൊല്ലത്ത്. അപ്പൊ ഞങ്ങളെല്ലാരും കേട്ടിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ഇവര് വന്ന് കൂടുതൽ ഇംഗ്ലീഷ് പാട്ടുകളാണ്, ഹിന്ദി പാട്ടുകളാണ്, ഇംഗ്ലീഷിലാണ് സംസാരം. അപ്പൊ ഇതേപോലെ ഒരു 3-4 പോലീസുകാർ, അന്നത്തെ പോലീസുകാരാണ്, ഇപ്പോഴത്തെ പോലീസുകാരൊന്നുമല്ല, അന്നത്തെ പോലീസുകാർ ഇങ്ങനെ നിൽപ്പുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പുണ്ടാവരുത്. അപ്പോ ഇവർ ഈ ഇംഗ്ലീഷിൽ മുഴുക്ക പാട്ട് പാടിയിട്ട് കമോൺ ഡാൻസ് എന്ന് പറയുന്നുണ്ട്. പോലീസുകാർക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ പോലീസുകാരെ നോക്കും, അവിടുത്തെ ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഇവരിങ്ങനെ ഡാൻസ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താ അവസാനം ഇവർ പറഞ്ഞു ഇതേപോലെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു ഓഡിയൻസിനെ ഞാൻ കണ്ടിട്ടില്ല, ഇതെന്റെ മാസ്റ്റർ പീസ് പാട്ടാണ്,
ഇതിന് ഞാൻ നിങ്ങൾ ഡാൻസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ കൊല്ലത്ത് വരത്തില്ല എന്ന്. അതോടുകൂടി എല്ലാവരും എഴുന്നേറ്റു. അത് ശരി. എഴുന്നേറ്റപ്പം പോലീസുകാർ മര്യാദയ്ക്ക് പാട്ട് കേൾക്കത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് നല്ല അടി കൊടുത്ത് പറഞ്ഞു. കാര്യം അവർക്ക് അറിഞ്ഞൂടാ, അവർ വിചാരിച്ച് അലമ്പുണ്ടാക്കാൻ പോവുകയാണ്. കാര്യം അന്നത്തെ സംസ്കാരം അതാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് തുടങ്ങിയിട്ടാണ് പാട്ടുകാർ രംഗത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി മോളിൽ ഞാൻ കാണുന്നുണ്ട്. മോൾ ഓരോരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളും ശരിയാക്കി നല്ല പ്യുവർ 916 ആയിട്ട് മാറും. താങ്ക് യു സർ. ഇന്നത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ യു ആർ അവാർഡഡ് എ വൗ ടുഡേ. താങ്ക് യു സർ. Congratulations, Vaiga. You are awarded a wow. Thank you, sir. Lonapalle Ariyopputte. Congratulations. You are awarded a wow. Thank you. Thank you, Vaiga Kutti. Welcome. Tata. Tata, all the best. Thank you. അപ്പൊ അങ്കിൾ വൈഗാലക്ഷ്മിയുടെ പാട്ട് എങ്ങനെ തോന്നി? നന്നായിരുന്നു. പിന്നെ ജഡ്ജസ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പോൾ ഇനിയും സ്റ്റേജസ് കിടക്കുന്നുണ്ട്, കുറേ സ്റ്റേജസ്. അപ്പോൾ എല്ലാത്തിലും നല്ല നല്ല പാട്ടുകൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഓ തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്കിള് ഞാനിപ്പോ പാടാൻ വേണ്ടിട്ട് നമ്മുടെ ശ്രീഹരി കുട്ടനെ വിളിക്കാൻ പോവാണ്. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. അത് എങ്ങോട്ട്? അല്ല, പാടാൻ പറഞ്ഞേ, എന്നെ തന്നെയല്ലേ വിളിച്ചത്. ആര് പറഞ്ഞു? സാറോട് ഇനി ഇവിടെ വേറെ ശ്രീഹരി ഒന്നും നീ കഴിഞ്ഞു പോന്ന്. ശ്രീഹരി നന്നായിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടോപ്പ് സിംഗറിൻ്റെ ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ്. ആൻറ്റിക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? അവന് നന്നായിട്ട് പാടാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഓക്കെ. നേരത്തെ ഞാൻ പരിചയപ്പെട്ട ആളാണ് ഇത്, ശ്രീഹരി. ആണോ? എന്നാ കുഴപ്പമില്ല. ഈ ചേട്ടനെ പറ്റി മറന്നുപോയി, വേറെ ശ്രീഹരി ഉണ്ട്. അത് നന്നായി. ഇനിയേറെ കൂരി കളഞ്ഞിട്ട് ചാടി വരിക അവൻ. പഴയ ഓർമ്മയില് അവൻ ചാടിയിട്ട് ചാടി അങ്ങ് എണ്ണീറ്റ് ഇങ്ങനെ ചിരിച്ചോണ്ട്. ശ്രീഹരിക്കുട്ടാ, എന്താണ് വിശേഷം? സുഖം. നമ്മൾ നിനക്കിട്ട് തന്നിരിക്കുന്ന കൊച്ചു കലാഭവൻ മണി എന്നാണ്. ഏത് പാട്ടാ മനെ പാടുന്നേ? സുന്ദരിയെ സുന്ദരിയെ. ഓ, അപ്പൊ തകർക്കങ്ങോട്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എവിടെ വീട് എവിടെയെന്ന് മറന്നോ? പാലക്കാട്. പാലക്കാട് എവിടെ? കേരളശ്ശേരി. കേരളശ്ശേരി. പാലക്കാട്ടിൽ കേരളം, കേരളത്തിൽ പാലക്കാടല്ല. അതാണ് കല കേട്ടാ. അടിപൊളി. എത്രാം ക്ലാസ്സിലായിരുന്നു മോനെ? 6ാം തരത്തിൽ. 6ാം തരം. 6ാം തരത്തിൽ. പൊരിച്ചോ നല്ലൊരു കാര്യം. അല്ല, 6ാം തരം എന്ന് പറയുമ്പം തരത്തിൽ പോയി കളിക്കാനും കൂടെ പറ. പോയി തരത്തിൽ പോയി നമ്മള് പറയില്ല, അങ്ങനെ പറയില്ലല്ലോ അല്ലെ. 6ാം തരം. എന്റെ വളരെ സന്തോഷമായി. ഒരാൾ കോറ അങ്ങനെ കേൾക്കാറില്ല. അത് ശുദ്ധമായ മലയാളമാണ്. പാലക്കാടാണ് അതിന്റെ ഉസ്താദുകൾ. ഇനി പാട്ട് കൂടി കേട്ടോ. ശുദ്ധമായ പാട്ട് കയ്യിലുള്ളതാണ്. പാട്ട് ശുദ്ധതയാണോ? ഇന്ന് പൊളിക്കും നമ്മള്. 1 2 3 4. ചന്ദ്രൻ നമുക്ക് ദൈവമടി, അത് കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി. തെമ്മാങ്കത്തേനെ മുന്നിൽ വാ, തെമ്പാണ്ടി കോലമയിൽ വാ. തെമ്മാങ്കത്തേനെ മുന്നിൽ വാ, തെമ്പാണ്ടി കോലമയിൽ വാ. സുന്ദരിയേ സുന്ദരിയേ ചെന്താവിരിൻ പെങ്കൊടിയേ.
തെമ്മാങ്കത്തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോല വൈവാ തെമ്മാങ്കത്തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോല വൈവാ സുന്ദരിയേ സുന്ദരിയേ ചെന്താമിഴിൻ പെങ്കൊടിയേ തെന്നൽ പാതുങ്ങി വന്നു നെഞ്ചിൽ ഉറുമി നിന്നു കാതിൽ കഥ പറയും കാലം കണ്ണിൽ വിളക്കും വെച്ച് കന്നി കിനാവും കണ്ട് മോഹം വിരിഞ്ഞൊരുങ്ങും പ്രായം മനമകളെ മണിക്കുയിലേ മാമയിലേ നീയാട് മനമകളെ മണിക്കുയിലേ മാമയിലേ നീയാട് കളിയാടി പാടി ഇമ്പം തരുവാൻ കല്യാണ തിരുനാളിൽ കാലം തരുവാൻ തെമ്മാങ്കത്തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലവയിൽ വാ തെമ്മാങ്കത്തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലവയിൽ വാ സുന്ദരിയേ സുന്ദരിയേ ചെന്താമിഴിൻ പെങ്കൊടിയേ മഞ്ചൽ മണം പൂശി വരും മാർഗഴിരൻ പൈകിടിയേ തെങ്കാശി സാന്തും ഇട്ട് തെരിക്കോത്തും പാട്ടും പോട്ട് തെങ്കാശി സാന്തും ഇട്ട് തെരിക്കോത്തും പാട്ടും പോട്ട് തെമ്മാങ്കത്തേരെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലവയിൽ വാ തെമ്മാങ്കത്തേരെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലവയിൽ വാ നീ നിന്റെ സ്റ്റൈലിൽ നീ പാടും. അത് പിന്നെ ആ പാട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും അവന് യാതൊരു പ്രശ്നവുമില്ല. ശ്രീഹരി അവൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, സ്വന്തം സ്റ്റൈൽ. അതിൽ ഏറ്റവും എടുത്തു പറയണ്ടേ കാതിൽ കഥ പറയും ആ വരി എന്ന് പറയാം. തെന്നൽ പാതുങ്ങി വന്നു നെഞ്ചിൽ ഉറുമി നിന്നു കാതിൽ കഥ പറയും കാലം കാതിൽ കഥ പറയും കാലം. അതാണ് ശ്രീഹരി സ്റ്റൈൽ. ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം വേറൊന്നുമല്ല, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ. കാതിൽ കഥ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി. നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു ഓൺ ഐഡന്റിറ്റി വേണം. കാതിൽ കഥ പറയും കാലം അതൊക്കെ സൂപ്പറായിരുന്നു. എല്ലാം നല്ല പവർ പാക്ഡ് ആയിരുന്നു. ഒരു സ്ഥലം മാത്രം ഒന്ന് തെന്നിപ്പോയി, ലാസ്റ്റത്തെ മാമയിലെ എന്നുള്ള പോർഷൻ. മനമകളെ മണിക്കുയിലേ മാമയിലേ ആ ദരരരരാ. മാമയിലേ അത് തന്നെ. കൈവിട്ടുപോയി അവിടെ. കുഴപ്പമില്ല, ഇത്രയും കേട്ടാൽ മതി. ഞങ്ങൾ നേരത്തെ പറയാറുണ്ടല്ലോ, ഈ അരി വേവുന്നതിന് നമ്മളൊരു കലത്തിനകത്ത് എല്ലാ അരിയും പെടുക്കി ഞെക്കി നോക്കണം. ഒരെണ്ണം ഞെക്കിയാൽ മതി. അത് ഞാൻ ഞെക്കി നിന്നെ ശ്രീഹരിയെ ഞെക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് തുടക്കമല്ലേ. ഇനി പോകെ ഞങ്ങളും ശ്രീഹരിയായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലേടാ. ഓക്കെ, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ശ്രീഹരിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇവര് രണ്ടുപേരെടുത്തു, ഇവരാദ്യമായിട്ടല്ലേ കാണുന്നത്. ആദ്യം 6ാം തരത്തിലാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇംപ്രസ്ഡ് ആയി. ഞാൻ പറഞ്ഞു ഇവൻ പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ 6ാം തരമല്ല, ഇവൻ പാട്ടിൽ 6ാം തമ്പുരാനാണ്. എന്തായാലും മോന്റെ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യവും അന്നും പറഞ്ഞ ഓഡിഷന് ഇന്നും പറയുന്നു, മോൻ പാടുന്നത് തൊണ്ടയിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ്.
അതാണ് അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം. താങ്ക് അത് എപ്പോഴും അത് ഇപ്പൊ ഒരു ഫോക്ക് സോങ് പാടിയപ്പം ഫോക്കിന്റെ കറക്റ്റ് വേണ്ടുന്ന എക്സ്പ്രഷൻസ് വേറെ ചിലതൊക്കെ ഇടും, പക്ഷെ അത് ഫോക്കിൽ നിന്ന് എടുത്തിടും, അല്ലാതെ ക്ലാസിക്കൽ എടുത്ത് ഫോക്കിൽ ഇടില്ല മോൻ. ഫോക്കിന്റെ തന്നെ മോൻ്റെതായ രീതിയിലുള്ള ഫോക്ക് എക്സ്പ്രഷൻസ്. അപ്പൊ അത് ചെറിയൊരു കഴിവല്ല. ഈ ഒരു പ്രായത്തിൽ എല്ലാവരും ഒറിജിനലിനെ തത്ത പഠിക്കുന്ന മാതിരി പഠിക്കാൻ നോക്കുന്ന സമയത്ത് മോൻ അത് തത്ത പഠിക്കുന്ന പോലെ അല്ലാതെ ഉള്ള രീതിയിൽ മോൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഇട്ട് ഈ പ്രായത്തിൽ ചെയ്യണമെങ്കിൽ മോൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശ്രീഹരി എന്താ വീട്ടിൽ വിളിക്കണേ? ജിത്തു. അപ്പൊ നമ്മുടെ ജിത്തുക്കുട്ടൻ, ഇവിടത്തെ ജിത്തുക്കുട്ടനാണ് അപ്പൊ ഇനി മുതൽ. ഈ പാട്ട് വളരെ നന്നായിരുന്നു, വളരെ നന്നായിട്ട് പാടി. ഈ പാട്ടിന് വേണ്ടതായിട്ടുള്ള രീതിയിലാണ് വോയിസ് അപ്ലൈ ചെയ്തതും നന്നായിട്ട് പാടുകയും ചെയ്തു മോൻ. പിന്നെ എനിക്കും തോന്നിയത് അനുപല്ലവിയിലും ചരണത്തിലും ഊരിലിതാ ഉത്സവമായി ഉണ്മകൾ തൻ, ആ ഭാഗം ഉണ്മകൾ തൻ മാമയിലായി ചരണത്തിൽ 2 സ്ഥലത്താണ് എനിക്കും ഒരു പ്രശ്നം തോന്നിയത്. എന്തായാലും അത് ശ്രീഹരിയുടെ ഒരു സ്റ്റൈലായിട്ട് നമുക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മോനെ ശ്രീഹരി, ഇവിടെ ഒരു വലിയ കൊടുങ്കാറ്റും പേമാരിയൊക്കെ പെയ്ത് കഴിഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. മോന്റെ പാട്ട് കേട്ടിട്ട് ഈ പ്രകൃതിയൊക്കെ പുഷ്പിക്കുമെന്ന് പറയും ചില പാട്ടുകളൊക്കെ കേട്ട്. ഇവിടെ സാധാരണ ഗ്രേഡ് പറയുമ്പോഴാണ് പൂക്കുറ്റി കത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് പൂക്കുറ്റി പോലും അറിയാതെ ഇങ്ങനെ മേളിലോട്ട് പോകുമായിരുന്നു. കാര്യം അതാണ് ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ മോനിങ്ങനെ നടന്നു വന്നപ്പോ ഞാൻ വിചാരിച്ച് ഓമലാളെ കണ്ടു ഞാൻ ആ പാട്ടായിരിക്കുമെന്ന്. കാര്യം ഈ ബോഡിക്ക് താങ്ങണ്ടേ. അപ്പോ മാട്ടുപ്പെട്ടി ബച്ചാൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ജഗതി ചേട്ടൻ എന്നോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് മതിയെന്ന് പറഞ്ഞപ്പം ഒരു പഴം കൂടി താങ്ങൂല്ലേ, അപ്പൊ താങ്ങൂല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു പാട്ട് ഈ ബോഡിക്ക് എങ്ങനെ താങ്ങിയെന്ന് എനിക്കറിഞ്ഞു. തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നമ്മൾ പൂക്കുറ്റികൾ ഒരുപാട് പറക്കണം. അപ്പൊ മുകേഷ് അങ്കിളിന് വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാടിന്റെയും നമ്മുടെയും ഒക്കെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ശ്രീഹരിക്കുട്ടൻ പാലക്കാടിന്റെ മണമുള്ള ഒരു പാട്ട് മുകേഷ് അങ്കിളിന് വേണ്ടി പാടി തരാൻ പോവുകയാണ് ഇപ്പൊ. ഓക്കെ. നാടാണ് നമ്മളുടെ പാലക്കാട്, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടുപുഴകളും പാടങ്ങളും നല്ലോ, തോടുപുഴകളും പാടങ്ങളും നല്ലോ, കാവുകുടങ്ങളും ഏറെയുണ്ട്. തോടുപുഴകളും പാടങ്ങളും നല്ലോ, തോടുപുഴകളും പാടങ്ങളും നല്ലോ, കാവുകുളങ്ങളും ഏറെയുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടിപ്പാടുന്ന, പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടിപ്പാടുന്ന കരിമ്പന കാടുണ്ട്, കള്ളുമുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടിപ്പാടുന്ന, പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടിപ്പാടുന്ന കരിമ്പന കാടുണ്ട്, കള്ളുമുണ്ട്. കേൾവി കേട്ടോരു വേലയാതുള്ളല്ലോ, കേൾവി കേട്ടോരു വേലയാതുള്ളല്ലോ, കൊങ്ങമട എന്ന ദേശവേല. കേൾവി കേട്ടോരു വേലയാതുള്ളല്ലോ, കൊങ്ങമട എന്ന ദേശവേല. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും
കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മുടെ അതെ, ഞാൻ ഒരുപാട് ഷോയ്ക്ക് എം ജി അണ്ണന്റെ കൂടെ വരുമ്പം ഈ ഷോ തീരാറായിട്ട് വേൽമുരുക പാടുമ്പം നിങ്ങൾ ചെയ്ത പാട്ടാണല്ലോ, ദീപകന്റെ പാട്ടാണ്. അപ്പം അവിടെ ഇരുന്ന് അത്രയും നേരമൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന കുറെ ആൾക്കാരൊക്കെ എണീറ്റ് പോയി ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് ആദ്യമായിട്ട് വേറൊരാള് പാട്ട് പാടിയിട്ട് എം ജി അണ്ണൻ കാലിളകി പോയിട്ട് അവിടെ കിടന്ന് ഡാൻസ് ആണ്. ഇതെന്താ എം ജി അണ്ണൻ? ഒരു രക്ഷയില്ല. കാരണം ഇവന്റെ സ്റ്റൈല് കാടുമലകള പാലക്കാട് ആ സ്റ്റൈല് വന്നപ്പോഴത്തേക്ക് ഞാൻ വന്നുപോയി. ഇളകി അങ്ങോട്ട് പൊരിച്ച് വിത്ത് നിർത്തിയങ്ങള് കാലയ്ക്ക് കടുക് വറുത്തു എന്ന് പറയില്ലേ. അത് മാത്രമല്ല ഇവൻ രണ്ട് കാര്യമാണ്. ഇപ്പൊ ഇവര് നിങ്ങൾ വന്നിട്ട് മണിച്ചേട്ടന്റെ റെഫറൻസ് ആണ് മോന്റെ പേരുമായിട്ട് പറഞ്ഞത്. ആ ശബ്ദമൊക്കെ ഐഡന്റിറ്റിക്കല. ഇനി വേറൊരാൾക്ക് കൊണ്ടുപോയി വെക്കാൻ എന്നുള്ളത് വലിയ പാടാണ്. ഇവരുടെ ഒരു ശ്രുതി അല്ലെങ്കിൽ ഇവർ ഈ പിടിക്കുന്ന പിടുത്തമുണ്ടല്ലോ ആ മോളിലുള്ളത്, അത് അത്ര എളുപ്പമല്ല. അത് ചില ഫീമെയിൽസിന് പാടാനേ കിട്ടാൻ പറ്റാത്ത അത്രയും ശ്രുതിയിലുള്ള സാധനം. ഞാൻ ആലോചിക്കുന്നത് വളരെ മെലഡിയാണ് മിന്നാ മിനിങ്ങ എന്നുള്ള പാട്ട്. ഒരു കൈതാരം പ്രദീപ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫണ്ട് റൈസിംഗ് പരിപാടി നടത്തിയതിൽ ഈ മണിച്ചേട്ടൻ വന്ന് സ്റ്റേജിൽ എന്നിട്ട് പ്രദീപ് നമുക്കിടയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് കൈ ആകാശത്തേക്ക് വരിട്ട് മിന്നാ മിനുങ്ങേ എന്നൊരു വിളി പിടിച്ചിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാം കണ്ണ് നിറഞ്ഞ് അനങ്ങാതിരിക്കുന്നതും. അദ്ദേഹം ഒരു തരി പാട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല, പാട്ട് പഠിച്ചിട്ടേ ഇല്ല. അദ്ദേഹം മലമലലുവെ പാടുമ്പോഴൊക്കെ ഓർക്കസ്ട്ര ആയിട്ട് സിങ്ക് ആവുന്നതും പോകുന്നതല്ല. അതാണ് ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സിദ്ധിയാണത്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പൊ പാടി തകർത്തോണ്ടിരിക്കുന്നത്. ഗംഭീര പാട്ടായിരുന്നു മാനെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശ്രീഹരി, ശ്രീഹരിയുടെ പാട്ട് കേട്ടിട്ട് നമ്മൾ എല്ലാ ജഡ്ജസും കൂടി ചേർന്ന് ശ്രീഹരിക്ക് ഇത്രയും എക്സ്ട്രീം സിംഗിങ് ഉള്ള ശ്രീഹരിക്ക് തരുന്നത് എ എക്സ്ട്രീം. Congratulations, Srihari is awarded A ആടി മക്കളെ ഒരു പൂപ്പറ്റി. താങ്ക് യു സാർ. Congratulations, you are awarded ശ്രീഹരിക്കുട്ട ഓൾ ദ ബെസ്റ്റ്. പൊളിച്ചു. ആന്റി എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ശ്രീഹരിയുടെ? വളരെയധികം സന്തോഷമുണ്ട്. അവൻ്റെ ടീച്ചർമാരും നാട്ടുകാരൊക്കെ അവന് വലിയ സപ്പോർട്ടാണ്. അവൻ ഇത്ര വലിയ വേദിയിൽ പാടാൻ വലിയ ജഡ്ജസിന്റെ മുന്നിൽ പാടാൻ പറ്റിയതും വളരെയധികം സന്തോഷമുണ്ട്. ദീപങ്ങളെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ശ്രീഹരി. ശ്രീഹരിക്കുട്ടന് GRD നൽകുന്ന ഒരു ഉപഹാരം.